സാർ നമസ്കാരം. നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് വലിയ ഒരു പരാജയം പറ്റി എന്ന് പറഞ്ഞാൽ അത് വലിയ ലളിതമായൊരു വാക്കായി പോകും. നടുവൊടിഞ്ഞ് താഴെ വീഴുന്ന കാഴ്ചയാണ് കണ്ടത്. ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ളൊരു തോൽവി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. എന്നാൽ ഇപ്പോഴും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ അവർ തയ്യാറായിട്ടില്ല. തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ പോലും അംഗീകരിക്കാൻ അവരിപ്പോഴും തയ്യാറാകുന്നില്ല എന്നുള്ള ചില സൂചനകളാണ് കഴിഞ്ഞ ദിവസം പയ്യന്നൂരിൽ സംഭവിച്ചത്. പയ്യന്നൂരിൽ ധൻരാജിൻ്റെ രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ആ രക്തസാക്ഷി ഫണ്ട് വിനിമയം ചെയ്തതിൽ, അത് ദുരുപയോഗം ചെയ്തതിൽ, അല്ലെങ്കിൽ അതിൻ്റെ ക്രമക്കേടുകളിലേക്ക് കാര്യങ്ങൾ കൃത്യമായി പൊതുസമൂഹത്തിന് മുന്നിൽ ചൂണ്ടിക്കാണിച്ച PV കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സഖാവിൻ്റെ അത്തരം പരാതികൾ കേൾക്കാൻ CPM-ൻ്റെ ജില്ലാ നേതൃത്വമോ സംസ്ഥാന നേതൃത്വമോ ചെവിക്കൊണ്ടില്ല എന്നുള്ളതാണ്. അവരതിന് സമയം കണ്ടെത്തിയില്ല. ഒരു രക്തസാക്ഷി ഫണ്ട് വിനിയോഗം ചെയ്തതിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ച് ഒരു സഖാവ് ഒരു പരാതി കൊടുക്കുമ്പോൾ അത് അന്വേഷിക്കുവാനോ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുവാനോ ശ്രമിക്കാതെ തെറ്റ് നടന്നു എന്നുള്ളത് ചൂണ്ടിക്കാണിച്ച ആൾക്കെതിരെ നടപടി കൈക്കൊള്ളാനാണ് CPM ശ്രമിച്ചത്. അങ്ങനെ PV കുഞ്ഞികൃഷ്ണൻ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നൊരവസ്ഥയുണ്ടായി. 2026 പയ്യന്നൂരിൽ നിന്നും PV കുഞ്ഞികൃഷ്ണൻ മത്സരിക്കുന്നു. ഒരു 10 വർഷം മുമ്പാണെന്നുണ്ടെങ്കിൽ CPM-ൽ അത്തരത്തിലൊരു സംഭവം നമുക്ക് ആലോചിക്കാനും സാധിക്കില്ല. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് TP ചന്ദ്രശേഖരൻ്റെ അവസ്ഥയായിരിക്കും കാണില്ലായിരുന്നു തീർച്ചയായും. എന്നാൽ മാറിയ സാഹചര്യത്തിൽ CPM-ൽ ആർക്കൊക്കെയോ എവിടെയൊക്കെയോ ചില വെളിപാടുകൾ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പയ്യന്നൂരിൽ PV കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയത് കൃത്യമായ വിഷയമാണ്. അത് സംഘടനയെ ദുർബലപ്പെടുത്തിയിരിക്കുന്ന ഒരു വിഷയം, സംഘടനയുടെ ശരീരത്തിൽ ബാധിച്ചിരിക്കുന്ന ഒരു ക്യാൻസറാണ് കുഞ്ഞികൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചത് എന്നുള്ളത് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് കുഞ്ഞികൃഷ്ണനൊപ്പം പല ആളുകളും നിന്നു. അതാണ് പയ്യന്നൂരിൽ നിലവിലെ MLA ആയ TI മധുസൂദനെതിരെ കുഞ്ഞികൃഷ്ണൻ മത്സരിച്ചപ്പോൾ വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിമത സ്ഥാനാർത്ഥിയായ UDF-ന്റെ പിന്തുണയോടുകൂടി മത്സരിച്ച PV കുഞ്ഞികൃഷ്ണൻ MLA ആയി തീർന്നത്. ഇത് തന്നെയാണ് തളിപ്പറമ്പിലും നടന്നത്. MP ഗോവിന്ദൻ്റെ ഭാര്യയായ PK ശ്യാമളയെ മത്സരിപ്പിക്കുന്നതിന് വേണ്ടി സംസ്ഥാന നേതൃത്വവും തീരുമാനമെടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ തളിപ്പറമ്പിൽ ജില്ലാ നേതൃത്വം കൃത്യമായി തന്നെ പാർട്ടിക്ക് മുന്നറിയിപ്പ് കൊടുത്തു. PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കുകയാണെങ്കിൽ പാർട്ടിക്ക് ആ സീറ്റ് നഷ്ടമാകും, വേറെ ആരെയെങ്കിലും അവിടെ പരീക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ സംസ്ഥാന നേതൃത്വം ചെവിക്കൊണ്ടില്ല. MP ഗോവിന്ദൻ്റെ സ്വാധീനത്തിൽ വഴങ്ങി പിണറായി വിജയനും PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചു കൊടുത്തു. ഫലത്തിൽ അവിടെ TK ഗോവിന്ദൻ, പാർട്ടിയിൽ ഏതാണ്ട് 60 വർഷത്തെ പാരമ്പര്യം ഉണ്ടായിരുന്ന TK ഗോവിന്ദൻ വിമത സ്ഥാനാർത്ഥിയായി PK ശ്യാമളയ്ക്കെതിരെ UDF-ന്റെ പിന്തുണയോടുകൂടി മത്സരിക്കുന്നു. PK ശ്യാമള 8 നിലയിൽ പൊട്ടുന്നു. ഇത് തന്നെയാണ് അമ്പലപ്പുഴയിൽ G സുധാകരൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. 63 വർഷത്തെ പാരമ്പര്യം G സുധാകരൻ പാർട്ടിയുമായി ഉണ്ടായിരുന്നു. ആ മഹിത പാരമ്പര്യം ഉപേക്ഷിച്ചുകൊണ്ട് G സുധാകരൻ പുറത്തു വരുന്നു. UDF-ന്റെ പിന്തുണയോടുകൂടി പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ഏതാണ്ട് 22,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ G സുധാകരൻ ജയിച്ചു കയറുന്നു, MLA ആവുന്നു. ഇത്രയൊക്കെ നടന്നിട്ടും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല എന്ന രീതിയിലാണ് പാർട്ടി ആ കാര്യത്തെ സമീപിക്കുന്നത്. മാത്രമല്ല TK ഗോവിന്ദൻ ഒരിക്കൽ പറയുണ്ടായി, ഞാൻ തളിപ്പറമ്പിൽ MLA ആണെന്ന് വിശ്വസിക്കാൻ പോലും ഇപ്പോഴും പല CPM-കാർക്കും സാധിക്കുന്നില്ല. അവർ എന്നെ ബഹുമാനിക്കേണ്ട, MLA ആയി ജനപ്രതിനിധിയായി പൊതുജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരാളെ ആ സ്ഥാനത്ത് കാണാൻ പോലും പഴയ CPM-കാർക്ക് സാധിക്കുന്നില്ല എന്നാണ് TK ഗോവിന്ദൻ പറഞ്ഞത്. ഇത് തന്നെയാണ് തളിപ്പറമ്പിൽ സംഭവിച്ചിരിക്കുന്നത്. നിലവിലെ MLA മധുസൂദനെതിരെ മത്സരിച്ച് പാർട്ടിയുടെ വിമത സ്ഥാനാർത്ഥിയായി ജയിച്ചു വന്ന PV കുഞ്ഞികൃഷ്ണനെ MLA ആയി അംഗീകരിക്കാൻ അവർ തയ്യാറല്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് വികസന പദ്ധതികൾ വരുന്നത് MLA-യിലൂടെയാണ്, സ്ഥലം MLA-യിലൂടെയാണ് തദ്ദേശ ഫണ്ടുകൾ വികസന പ്രവർത്തനങ്ങളെല്ലാം എത്തുന്നത്. അപ്പോൾ ഓരോ പഞ്ചായത്തും MLA-യുമായി ബന്ധപ്പെടാൻ അവർക്ക് വിമുഖതയുണ്ട്. PV കുഞ്ഞികൃഷ്ണൻ MLA ആയതിൻ്റെ പേരിൽ ആ MLA-യുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങളും വികസന പ്രവർത്തനങ്ങളും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന മട്ടിലാണ് പയ്യന്നൂർ കേന്ദ്രീകരിച്ചുള്ള ചില CPM ഭരണത്തിലുള്ള പഞ്ചായത്തുകളുടെ അവസ്ഥ എന്നാണ് കുഞ്ഞികൃഷ്ണൻ എടുത്തു പറഞ്ഞത്. ഇതിലെല്ലാം ഉപരിയാണ് കുഞ്ഞികൃഷ്ണൻ്റെ കൂടെ നിന്ന, അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പിന് ശേഷവും കുഞ്ഞികൃഷ്ണൻ്റെ കൂടെ നിൽക്കുന്ന പല ആളുകളുടെ വീടുകൾ ആക്രമിക്കുക. കുഞ്ഞികൃഷ്ണൻ്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോൾ ആ പുസ്തകം പ്രസിദ്ധീകരിച്ചതിൻ്റെ പിറ്റേ ദിവസം ചില ആളുകളുടെ വീട്ടിൽ CPM-കാർ റീത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചില വീടുകൾക്ക് തീയിടുന്ന രീതി കണ്ടായിരുന്നു. ഇതുപോലെ തന്നെയാണ് ഇന്നലെ കുഞ്ഞികൃഷ്ണനോടൊപ്പം നിന്ന് കുഞ്ഞികൃഷ്ണൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ ഒരു ചെമ്മീൻ ഷെഡ്, അയാളുടെ ജീവിതമാർഗം തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ പാർട്ടി എന്ന് പറയുന്ന ആളുകൾ ഒരു തൊഴിലാളിയുടെ ജീവിതമാർഗം ഇന്നലെ തീയിട്ട് നശിപ്പിച്ചിരിക്കുന്നു, ചെമ്മീൻ ഷെഡ് നശിപ്പിച്ചിരിക്കുന്നു.
ഇതേക്കുറിച്ച് കുഞ്ഞികൃഷ്ണൻ അവിടെ MLA എന്ന രീതിയിൽ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നടപടിക്രമങ്ങൾ പിന്നീട് ഉണ്ടാകും എന്നാണ് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത്. അപ്പോൾ ഒരിക്കലും പാർട്ടിയിൽ നിന്ന് വിട്ടുപോയ ആളുകൾ എന്തുകൊണ്ട് വിട്ടുപോയി എന്നുള്ളത് ഇവർ ചിന്തിക്കുന്നില്ല. MP ജയരാജൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർട്ടിയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയ ആൾ തെറ്റിതിരുത്തി തിരിച്ചു വരണമെന്ന്. എന്ത് തെറ്റാണ് എന്നുള്ളത് PV കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും MP ജയരാജനോട് ചോദിച്ചിട്ട് അതിന് മറുപടി പറയാൻ MP ജയരാജന് സാധിച്ചില്ല. ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അവരൊരു കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. എന്താണ് സംഭവിക്കുന്നത്, തങ്ങൾക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നത് അവർക്കറിയില്ല. ഇപ്പോഴും അവരുടെ കണ്ണിലും മനസ്സിലും ഇരുട്ട് തന്നെയാണ്, അല്ലെങ്കിൽ മുൻവിധി തന്നെയാണ്. എങ്ങനെയാണ് രാജ്മോഹൻ സാർ ഇതിനെ നോക്കിക്കാണുന്നത്? CPM ഇനി എങ്ങനെയാണ് രക്ഷപ്പെടുക? ഇത്തരത്തിലുള്ള മുൻവിധികൾ മാറ്റിവെച്ച അക്രമത്തിൻ്റെയും അരാജകത്തിൻ്റെയും അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും എല്ലാം പാതയിൽ നിന്ന് മാറി ചിന്തിക്കാതെ എങ്ങനെയാണ് ഈ പാർട്ടിക്ക് ഇനി ഒരു വിമോചനം ഉണ്ടാവുക? ഇപ്പോഴും CPM ചിന്തിക്കുന്നത് കണ്ണൂരും അല്ലെ മലബാറും തിരുവിതാംകൂറും രണ്ടായിട്ടാണ്. തിരുവിതാംകൂറിൽ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ഉൾപ്പെടെ പല ജില്ലകളിലും MLA പോലും ഇല്ലാതായി. കൊല്ലത്തൊക്കെ ഭീകരമായ തിരിച്ചടി നേരിട്ടു. മലബാറിലേക്ക് കഴിഞ്ഞാൽ പാലക്കാടും കണ്ണൂരും കട്ടിച്ച് പറഞ്ഞു നിൽക്കാൻ പറ്റുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ഇനി ഇവിടെ സംഭവിക്കുന്ന ഏറ്റവും വലിയ തകരാറ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വരാൻ പോകുന്ന തകരാറ്, ഒരാൾ പരാജയപ്പെടുക അല്ലെങ്കിൽ തെറ്റായ വഴിയിലാണ് പോകുന്നെങ്കിൽ തിരുത്തി കൊടുക്കുന്നതിന് പകരം അവനെ വീണ്ടും ആവേശം കൊള്ളിക്കുക, റെയിൽവേ പാളത്തിലേക്ക് തള്ളിവിടാൻ നോക്കുകയാണ്. പണ്ട് മോഹൻലാലിൻ്റെ ഒരു സിനിമയിൽ പറയുന്നുണ്ട്, കായ് കൊണ്ടൊരു തട്ട് തട്ടിയാൽ മതി, പാളത്തെ ട്രെയിൻ വരുന്ന പാളത്തിലേക്ക് വീണ് ചത്തുപൊക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ കൊല്ലാനായിട്ട് നോക്കുന്ന കുറേ ആൾക്കാരുണ്ട്. CPM ഒരു കാരണവശാലും, CPM എന്ന് പറയുന്നില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാരണവശാലും രക്ഷപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരുപറ്റം ആൾക്കാരുടെ കയ്യിൽ CPMൻ്റെ നേതൃത്വം എത്തിയിരിക്കുന്നു. കേരളത്തിലെ നേതൃത്വം, പ്രത്യേകിച്ചും കണ്ണൂർ നേതൃത്വം. അല്ലെങ്കിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഞങ്ങളുടെ ചിട്ടവട്ടങ്ങൾക്കനുസരിച്ച് പാർട്ടി പോയാൽ മതി എന്ന് താല്പര്യമുള്ള ആളുകളുടെ അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൽ ഇത് രണ്ട് സംഭവങ്ങളെടുത്തു. താങ്കൾ തന്നെ പറഞ്ഞു, പ്രദീപ് തന്നെ പറഞ്ഞു, കുഞ്ഞികൃഷ്ണൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരാളുടെ ചെമ്മീൻ കെട്ട് കളയുകയാണ്. ആ ചെമ്മീൻ കെട്ട് കളയുമ്പോൾ ഇവർക്ക് ഇതിനൊരു വൈകാരികമായ CPMൻ്റെ അണികൾക്ക്, അടിമകൾക്ക് വേറൊരു ചിന്തയുണ്ട്. ഇത്തരം കിട്ടിയവനെ കിട്ടിയില്ലെങ്കിൽ, കട്ടവനെ കിട്ടിയില്ലെങ്കിൽ അവൻ്റെ പട്ടിക്കുട്ടിയെങ്കിലും കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുന്ന പോലെ MV രാഘവൻ്റെ കാര്യത്തിൽ MV രാഘവനെ കിട്ടാതെ വന്നപ്പോൾ അവിടുത്തെ പാമ്പും കുഞ്ഞുങ്ങളെയാണ് വന്നത്. പാപ്പിനിശ്ശേരിയിൽ പാമ്പും കുഞ്ഞുങ്ങളെയാണ് ഇവന്മാർ വന്നത്. ഇവിടെ കുഞ്ഞികൃഷ്ണൻ്റെ വീട്ടിൽ കുഞ്ഞികൃഷ്ണനെ സഹായിച്ചതിൻ്റെ പേരിൽ അയാളെ കിട്ടാതെ വന്നപ്പം അയാളുടെ ചെമ്മീൻ കെട്ട നശിപ്പിച്ച് കളഞ്ഞത്, കത്തിച്ച് കളഞ്ഞത്, ജീവിതമാർഗ്ഗമാണ്. അപ്പോൾ ഇവ എത്ര നികൃഷ്ടവും നീചവുമായ മനസ്സോടുകൂടിയാണ് ഇവർ പൊതുപ്രവർത്തനം നടത്തുന്നത്. എന്നിട്ട് ഇവൻ ഉച്ചക്കണ്ണിയും കൊണ്ടുവരിക. ഇവിടെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ട കാര്യമുണ്ട്. കാരണം ഈ കുഞ്ഞികൃഷ്ണൻ എന്ന MLA മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ഇത് CPM-കാരാണോ അതിൻ്റെ പുറകിലെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ CPM-കാർ അപ്പോൾ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത്, ഈ നിലവിലുണ്ടായിരുന്ന മധുസൂദൻ എന്നുള്ള MLA ഉൾപ്പെടെയുള്ള ചില ആളുകൾ തീർച്ചയായും അടുത്ത ചില ദിവസങ്ങളിൽ ഇതിന്, അതായത് കണ്ണൂരിലുണ്ടായിരിക്കുന്ന, പയ്യന്നൂരിലുണ്ടായിരിക്കുന്ന ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങൾക്ക്, വിമത നീക്കങ്ങൾക്ക് കൃത്യമായ ഒരു നടപടി ഉണ്ടാകും, അതിന് കൃത്യമായ പാഠം പഠിപ്പിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പറഞ്ഞത് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് തനിക്ക് ഇപ്പോഴാണ് കൂട്ടി വായിക്കാൻ സാധിച്ചത് എന്നാണ് PV കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത്. CPM-കാരല്ലാതെ പിന്നെ മറ്റാരും ഈ തരത്തിൽ ഇടപെടേണ്ടതോ അല്ലെങ്കിൽ ഈ സുഹൃത്തിന് മറ്റാരെങ്കിലും ശത്രുക്കളോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് PV കുഞ്ഞികൃഷ്ണനോടുള്ള ഒരു വൈരാഗ്യം ഇങ്ങനെ തന്നെ ഒരു വീട്ടിയതാണ് എന്നുള്ളതാണ് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം K. മുരളീധരനൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. ഈ ഹോസ്പിറ്റലുകളിലൊക്കെ ഉച്ചക്കഞ്ഞിയും ഭക്ഷണവും വിതരണം ചെയ്യുന്ന പൊതിച്ചോറ് കൊടുക്കുന്ന തെറ്റാണ്, അത് പാർട്ടി ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് വിമർശിച്ചു. പക്ഷേ ഒരു കാര്യം മുരളി പറഞ്ഞത് 100% ശരിയാണെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു. കാരണം ഈ പയ്യന്നൂരൊക്കെ ചെയ്യുന്ന ഇത്തരം ആൾക്കാരാണ് പൊതിച്ചോറും കൊണ്ട് വരുന്നത്. എന്ത് വിശ്വസിച്ച് കഴിക്കും നിങ്ങൾ? അവിടെ ഒരു ബൂത്തിൽ വോട്ട് കുറവുണ്ടായിരുന്ന ബൂത്താണ്, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കിട്ടിയില്ല, കുഞ്ഞികൃഷ്ണ വോട്ട് കിട്ടി. എന്നാൽ അവിടെ കൊണ്ട് പൊതിച്ചോറ് കൊടുക്കുന്നവനൊക്കെ അങ്ങ് പൊക്കോട്ടെ എന്ന് വിചാരിച്ചെങ്കിൽ അങ്ങനെ പോലും വിചാരിക്കാൻ മടിയില്ലാത്ത ഒരു പറ്റ ആൾക്കാരാണ്. TP ചന്ദ്രശേഖരൻ. ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ കൂട്ടി വായിക്കേണ്ടത്. ഒന്ന്, സാർ പറഞ്ഞ പോലെ വിശ്വാസയോഗ്യമല്ലാത്ത രീതിയിൽ പെരുമാറുന്ന ആളുകൾ കൊടുക്കുന്ന കുടിവെള്ളം പോലും നമുക്ക് വാങ്ങി കഴിക്കാൻ പറ്റില്ല. കുടിവെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ചില ആളുകളുണ്ട്. ഇവിടെ CPM-ന്റെ എല്ലാ ആളുകളും അങ്ങനെയാണ് എന്നുള്ളത് അല്ല, അങ്ങനെയാണെന്ന് നമ്മൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം കേരളത്തിൽ ആദ്യമായി ബാലറ്റ് സമ്പ്രദായം, ലോകത്തിൽ ആദ്യമായി ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന ഒരു പ്രസ്ഥാനം, അധസ്ഥിതിൻ്റെയും അടിയാളവർഗത്തിൻ്റെയും
കൂടെ നിന്നുകൊണ്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരു പ്രസ്ഥാനം. പിന്നീട് പിൽക്കാലത്ത് അതിൽ ചില അപജയങ്ങൾ വന്നിട്ടുണ്ട് എന്ന് കണക്കിലെടുത്തുകൊണ്ട് അതിൽ കുറച്ച് പുഴുക്കുത്തുകൾ ഏറ്റിട്ടുണ്ട് എന്ന് കണക്കാക്കി ഒരു പ്രസ്ഥാനത്തിലുള്ള ആളുകൾ ഒരിക്കലും നമ്മൾ അങ്ങനെ അടച്ച് മട്ടന്നൂർ ബസ് കത്തിക്കുന്നോട്ട് നമ്മൾ കണ്ടുകൊണ്ടുവരിക തീർച്ചയായും സംഭവമല്ല. അല്ല, അതൊരു സ്വഭാവമാക്കി മാറ്റിയെടുത്ത കുറെ ആൾക്കാർ 10% ആ കൂട്ടത്തിലുണ്ട്. അല്ല, ഇവിടെ PV കുഞ്ഞികൃഷ്ണന്റെ കാര്യത്തിലേക്ക് വരണമെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യം ഇത് തന്നെയാണ്. PV കുഞ്ഞികൃഷ്ണന്റെ പുസ്തകപ്രകാശനവുമായി ബന്ധപ്പെട്ട ഒരു വീട്ടിൽ റീത്ത് വയ്ക്കുന്നു, മറ്റൊരാളുടെ വീട് ആക്രമിക്കപ്പെടുന്നു, ഇതിലൊന്നും പടക്കം പൊട്ടിക്കുന്നു, ഇതൊന്നും CPM-കാരല്ല എന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ ഇവര് കോടതി ശിക്ഷിച്ച് ഇവരെ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവർക്ക് അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി എത്തിയിരുന്നത് CPM-കാരാണ്. ഇവര് ജയിൽ മോചിതരായി എത്തിക്കഴിഞ്ഞപ്പോഴും ഇവർക്ക് രക്തഹാരം അണിയിച്ച് സ്വീകരിക്കാൻ വന്നതും CPM-കാരാണ്. അപ്പോൾ CPM-ന് ഇതുമായി യാതൊരു ബന്ധമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇത്തരം പ്രവണതകളൊക്കെ എന്തിനാണ്, അല്ലെങ്കിൽ ഇത്തരം പ്രഹസനങ്ങൾ എന്തിനാണ് നടത്തുന്നത് എന്നുള്ളത് PV കുഞ്ഞികൃഷ്ണൻ ചോദിച്ചു. ഇനി ഈ പൊതുച്ചോറുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എപ്പോഴും നമ്മൾ സ്വാഗതം ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ എനിക്ക് 10 രൂപ വരുമാനമുണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഞാൻ അതിൽ നിന്നും 1 രൂപ മിച്ചം പിടിച്ചിട്ട് ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും അതിൻ്റെ ആർഭാടമൊക്കെ കുറച്ചിട്ട് 1 രൂപ എനിക്ക് മിച്ചം പിടിക്കുകയാണെങ്കിൽ എനിക്ക് അവരങ്ങനെ സഹായിക്കാം. ഞാൻ അതൊന്നും ചെയ്യാതെ എൻ്റെ അയൽവക്കത്തെ വീട്ടിൽ പോയി 10-14 ചോറ് പൊതികൾ പൊതിഞ്ഞ് വാങ്ങിച്ച് ഞാൻ എൻ്റെ പേര് എഴുതി കൊടുത്ത് അവിടെ ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അതിൽ ചില അസ്വാരസ്യങ്ങളുണ്ട്. ഇവിടെ പട്ടിണി കിടക്കുന്നവരാരും ഉണ്ടാകാൻ പാടില്ല എന്ന ഒരു തീരുമാനത്തോടു കൂടി പൊതുച്ചോറ് വിതരണം ചെയ്യുമ്പോൾ തീർച്ചയായും അത് നമ്മൾ ശ്ലാഘിക്കേണ്ട കാര്യം തന്നെയാണ്, അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ്. എന്നാൽ ഞാൻ ഒരു ഇടയ്ക്ക് പറയൂ സാർ. ഈ സംഭവം പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ അബ്കാരി കോൺട്രാക്റ്റായിരുന്ന മണർകാട് പാപ്പൻ രാഷ്ട്രീയ ബന്ധങ്ങളും സ്വാധീനങ്ങളും ഉണ്ടായിരുന്നു. സ്വന്തം വീട്ടിൽ രാത്രി പാലായിൽ അനൗൺസ് ചെയ്യും. അത്താഴ പട്ടിണിക്കാരുണ്ടോയെന്ന് പണ്ട് കാലത്ത് ചോദിച്ച പോലെ പാലാ മുനിസിപ്പൽ ഏരിയയിൽ ടൗണിൽ ആരും പട്ടിണി കിടക്കാൻ പാടില്ല എന്നുള്ള നിർബന്ധം. സാർ, ഞാനത് നേരിട്ട് കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ പാലയിൽ എൻ്റെ ഒരു സുഹൃത്ത് ഒരുമിച്ച് അവിടെ കോളേജിൽ പോകേണ്ട ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം കോളേജിൽ നിന്നൊരു സർട്ടിഫിക്കറ്റ് വാങ്ങി വേണ്ടി പോയതാണ്. ഈ സന്ദർഭത്തിൽ ഞങ്ങൾ അവിടെ ഈ പാപ്പൻ്റെ വീട് വഴി പോകുമ്പോഴാണ് അവിടെ ഒരു കാർ ഷെഡ് പോലെ എന്ന് തോന്നപ്പെടുന്ന അവിടെയാണ് കുറേ ആളുകൾ തടിച്ചുകൂടി ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇതിവിടെ സ്ഥിരമുള്ളൊരു ഏർപ്പാടാണ്, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും. അത് അങ്ങനെ ഇരിക്കട്ടെ, അത് വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനം. ഞാൻ പറഞ്ഞത് അത് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് തീർച്ചയായും. അപ്പം അവിടുന്ന് 10 പൊതി എടുത്ത് ഞാൻ ഇവിടെ കൊണ്ട് കൊടുത്താലോ? അങ്ങനെ അത് കൊടുക്കുന്നതിൽ തെറ്റില്ല. അതിൽ എൻ്റെ പേരെഴുതി വെച്ചിട്ട് ഞാനാണത് ചെയ്യുന്നത്, ഞാനൊരു ബാനർ വലിച്ചു കിട്ടി അതിൻ്റെ അടിയിൽ നിന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയപരമായ നേട്ടങ്ങളൊക്കെ നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അല്ലെങ്കിൽ അത് സമ്പൂർണ്ണമായും ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ പരിധിയിൽ വരുന്നുണ്ടോ എന്നുള്ളത് അന്വേഷിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. ഇവിടെ കെ മുരളീധരൻ പറഞ്ഞത് ആശുപത്രി കോമ്പൗണ്ടിൽ ഇത് കൊടുക്കാൻ പാടില്ല, അവർ പുറത്ത് കൊടുത്തോട്ടെ, പട്ടിണി കിടക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇപ്പോൾ കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങാൻ പോകുന്നില്ല, കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് നിങ്ങൾ സാധന സാമഗ്രികൾ കൊടുത്തോളൂ, അവിടെ നിന്ന് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാം. ഏതെങ്കിലും ബാനറിൻ്റെ കീഴിൽ നിന്ന് ആരെങ്കിലും പൊതുച്ചോറ് കൊടുക്കുന്ന പടമെടുത്തിട്ട് അത് പിന്നീട് പ്രസിദ്ധീകരിച്ച് ഞങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനം നടത്തി എന്ന് പറഞ്ഞ് വോട്ട് മേടിക്കാൻ നടക്കുന്ന ആളുകളെ അനുവദിക്കുന്നില്ല എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്ന ഒരു ഏർപ്പാട് നമ്മൾ എപ്പോഴും നല്ലത് തന്നെയാണെന്ന് പറയുന്നു. പക്ഷേ മറ്റൊരു കാര്യം കൂടി ഇവിടെ ചേർത്ത് പറയട്ടെ, ആരാണ് വിശക്കുന്നവൻ? ആർക്കാണ് വിശപ്പുള്ളത്? കേരളത്തിൽ അതിദരിദ്രരില്ല എന്ന് പറഞ്ഞത് ആരാണ്? ഏത് സർക്കാരാണ് കേരളത്തിൽ അതിദരിദ്രരില്ല പ്രഖ്യാപിച്ചു? ആര് പ്രഖ്യാപിച്ചത്? ഏത് സർക്കാരാണ്? പിണറായി വിജയൻ സർക്കാരാണ്. പിണറായി വിജയൻ സർക്കാരിൻ്റെ പാർട്ടി എന്ന് പറഞ്ഞ CPM-ൻ്റെ സർക്കാരായിരുന്നു പിണറായി വിജയൻ അധികാരത്തിലെത്തിച്ചത്. അപ്പോൾ CPM എന്ന സംഘടനയുടെ യുവജന സംഘടനയാണ് DYFI എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. DYFI ചില ബോംബ് കേസുകളൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ MP ഗോവിന്ദൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു CPM-മായി DYFIക്ക് ഒരു ബന്ധമില്ല എന്ന് MP ഗോവിന്ദൻ പറഞ്ഞ പത്രപ്രസ്താവന നമ്മുടെ ആർക്കൈവ്സിൽ നോക്കിയാൽ കിട്ടും. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ യുവജന സംഘടനയാണ് DYFI. ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. നമ്മൾ തീർച്ചയായും അംഗീകരിക്കുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ തീർച്ചയായും അനുമോദിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇവിടെ അതിദരിദ്രരില്ല എന്ന് പ്രഖ്യാപിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ യുവജന സംഘടന പിന്നെ എന്തിനാണ് പൊതിച്ചോറ് ആർക്കാണ് കൊടുക്കുന്നത്? അതിലൊരു വൈരുദ്ധ്യമില്ലേ? അല്ല, പൊതിച്ചോറ് പിരിച്ചു കൊണ്ട് കൊടുക്കുന്നതിൽ യാതൊരർത്ഥമില്ല.
ഒരർത്ഥമില്ല. പിരിച്ചുകൊണ്ട് അത് ഒത്തിരി സമൂഹത്തിൽ സ്വാധീനമുള്ള ആരിറങ്ങിയാലും പൊതിച്ചോറ് കിട്ടും. അത് DYFIയുടെ മാത്രം മാതൃകയല്ല, ഒത്തിരി സംഘടനകൾ കൊടുക്കുന്നുണ്ട്. അല്ല, ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്കതിന് ചെയ്യാനുള്ള താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ശമ്പളത്തിൽ നിന്ന് ഞാനൊരു വിഹിതം അതിനു വേണ്ടി മാറ്റിവെക്കണം. അത് ഞാൻ തയ്യാറാവാതെ എനിക്ക് കിട്ടുന്ന പണം മുഴുവൻ ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ചിട്ട് മറ്റുള്ള ഒറ്റ പ്രിൻസിപ്പിളുള്ള വലത്ത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത്ത് കൈ അറിയരുത്. ഇപ്പം ഞാൻ എൻ്റെ പണം മുഴുവൻ എൻ്റെ ഇഷ്ടാനുസരണം ചെലവഴിച്ചിട്ട് അയൽവക്കത്ത് വീട്ടിൽ പോയി 2 പൊതി ചോറ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞ് ആ ചോറും പൊതി മേടിച്ചു കൊടുത്തത് എൻ്റെ പേരിൽ കൊണ്ടുപോയി വിതരണം ചെയ്യുമ്പോൾ അതിലൊരു എന്താണ് പറയുന്നത്, അനൗചിത്യമുണ്ട്. അതിരിക്കട്ടെ, നമ്മൾ പറഞ്ഞു വന്ന വിഷയം ഇവിടെ PV കുഞ്ഞികൃഷ്ണനുമായി ബന്ധപ്പെട്ടൊരു കാര്യം തന്നെയാണ്. PV കുഞ്ഞികൃഷ്ണൻ്റെ ഒരു അവസാനത്തെ ഒരു അയാളുടെ പുസ്തകത്തിൻ്റെ പേരുണ്ടല്ലോ, അണികൾ നേതൃത്വത്തെ തിരുത്തട്ടെ. അതെ, ഇവിടെ നേരെ മറിച്ച് ചെറിയ അണികളെ തിരുത്താൻ വിട്ടിരിക്കുന്ന കുഞ്ഞികൃഷ്ണൻ്റെ അടുത്തേക്കാണ് വിട്ടിരിക്കുന്നത്, തിരുത്താൻ. അതെ, സ്വയം തിരുത്താനല്ല, കുഞ്ഞികൃഷ്ണനെ തിരുത്തിക്കാൻ. അപ്പം ഇപ്പോഴും ഈ ജനാധിപത്യപരമായ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ ജനപ്രതിനിധികളെ അങ്ങനെ അംഗീകരിക്കാൻ പലരും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കുന്നത്. പിണറായി വിജയൻ അല്ലാതെ വേറെ ജനപ്രതിനിധി പാടില്ല. ഇപ്പോൾ PV കുഞ്ഞികൃഷ്ണൻ എടുത്ത് പറഞ്ഞ് നമ്മൾ വാർത്തയുടെ ആദ്യ ഘട്ടത്തിൽ പറഞ്ഞത് കാര്യം തന്നെയാണ്. അത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വികസന പദ്ധതികളും ഫണ്ടുകളും എല്ലാം MLA വഴിയാണ് ഒരു മണ്ഡലത്തിൽ അവിടെ പ്രാബല്യത്തിൽ വരുത്താൻ സാധിക്കുക, അത് വിതരണം ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഏതൊക്കെ പഞ്ചായത്തിന് എന്തൊക്കെ തരത്തിലുള്ള വികസന പദ്ധതികളാണ് ഇവന്മാരെ പൂണ്ട കള്ളത്തിലല്ലേ പറഞ്ഞത്, കൂടിയലെന്നൊക്കെ പറയുന്നത്. ഗഡ്കരി വന്നപ്പോൾ ഗസ്റ്റ് ഹൗസിൽ ചാജിപ്പോയി ആര് പറയാതെ കള്ളത്തരത്തിൽ ഉണ്ണാൻ കഴിക്കാൻ പോയില്ല. അല്ല, അപ്പോൾ തീർച്ചയായും ഇപ്പോൾ കുഞ്ഞികൃഷ്ണനാണ് ജനപ്രതിനിധി എന്ന രീതിയിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തദ്ദേശ വികസന ഫണ്ടുകളൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾ പഞ്ചായത്തുകൾ അദ്ദേഹമായിട്ട് ബന്ധപ്പെടില്ല എന്ന് പറയുമ്പോൾ അത് ഗഡ്കരിയല്ലേ, BJPയുടെ ആളല്ലേ. ഇവിടെ കുഞ്ഞികൃഷ്ണൻ ഇവിടെ പാർട്ടിയിൽ നിന്ന് പിരിഞ്ഞു പോയി ഇവരുടെ മുഖത്തടിച്ച് ജയിച്ച ആളല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇവിടെ ഈ ജനാധിപത്യ പ്രക്രിയയിൽ പാർട്ടികൾക്കും അല്ലെങ്കിൽ നേതാക്കൾക്കും ഒക്കെ ഉപരിയായി ജനാധിപത്യം പുലരണം എന്ന വിശ്വാസമുള്ള ആളുകൾ എല്ലാം ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, ജനനന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്, ഇഷ്യൂസിൻ്റെ ഒരു സൊല്യൂഷൻസോ അതിൻ്റെ പരിഹാരമാണ് ഇതുകൊണ്ടെല്ലാം അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലാക്കാത്ത ആളുകൾ എൻ്റെ പൊടി മാത്രം മതി, എൻ്റെ അഭിപ്രായം മാത്രം മതി, ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ മതി എന്നുള്ള പിടിവാശിക്കാർക്ക് ഇനി ജനാധിപത്യ പ്രക്രിയയിലോ അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിലോ വലിയ പങ്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് G. സുധാകരൻ്റെയും PV കുഞ്ഞികൃഷ്ണൻ്റെയും TK ഗോവിന്ദൻ്റെയും എല്ലാം തെരഞ്ഞെടുപ്പ്. അവർ ജനപ്രതിനിധികളായി ജനം തെരഞ്ഞെടുത്തത് ഇത് തന്നെയാണ് അതിൻ്റെ പുറകിലുള്ള വികാരം. ഇനിയെങ്കിലും ഇത് മനസ്സിലാക്കി CPMകാർ മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ആ പാർട്ടി ഇപ്പോൾ എത്തിയിരിക്കുന്ന പരാജയത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് വീണ്ടും പാതാളത്തിൻ്റെ പടുപതനത്തിലേക്ക് അവർ പോകും എന്ന് മാത്രമേ നമുക്ക് ഇക്കാര്യത്തിൽ പറയാൻ സാധിക്കൂ.